നമ്മുടെ എക്സാമിൻ്റെ വീഡിയോ ആണ്. വാട്ട് ഈസ് ദ ഔട്ട്പുട്ട് വോൾട്ടേജ് ഓഫ് റെഗുലേറ്റർ ഐ സി 7812? നമുക്കറിയാം 78 പോസിറ്റീവ് വോൾട്ടേജ് റെഗുലേറ്ററാണ്, 12. അപ്പോൾ അത് അതിൻ്റെ ആൻസർ എന്താണ്? സി ആണ് ആൻസർ, 12 വോൾട്ട്. അതേസമയം 79 ആയിരുന്നെങ്കിൽ -12. ഇതുപോലെ തന്നെ ബാക്കി കാര്യങ്ങൾ. വിച്ച് ലോജിക് ഗേറ്റ് ഈസ് ദ ഫോളോയിങ് ട്രൂത്ത് ടേബിൾ? ഏത് ലോജിക്കാണ് താഴെ പറയുന്ന ട്രൂത്ത് ടേബിൾ? അപ്പോൾ നമ്മൾ ട്രൂത്ത് ടേബിൾ കൃത്യമായിട്ട് നോക്കണം. അപ്പോൾ അതിൽ ഇവിടെ പറഞ്ഞിട്ടുണ്ടല്ലേ, 1 വരുമ്പോഴേക്കും എന്താണ് 1 ഉണ്ട്, 10 വരുമ്പോൾ 0, 0 വരുമ്പോൾ 0. അപ്പോൾ ഏത് ഗേറ്റിൻ്റെ ഓപ്പോസിറ്റാണ്? അപ്പോൾ അതിൽ നമുക്കതിൽ എഴുതിയിട്ടുണ്ട് എന്താണ്, ആൻഡ് ഇതിൽ 0 വരുമ്പോൾ മാത്രമാണ് 1 വരുന്നത്. അപ്പോൾ ഇത് വരും ഓർ ഗേറ്റാണ്, നോർ ഗേറ്റാണ് ഇതിൻ്റെ, ഓറിൻ്റെ ഓപ്പോസിറ്റാണ് വന്നിരിക്കുന്നത്. ഓക്കെ, നോർ ഗേറ്റിൻ്റെ ഇതാണ് ആൻസർ, ബി ആണ്. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് നോക്കാം. വിച്ച് ടൈപ്പ് ഓഫ് മോസ്ഫെറ്റ് കൺസ്ട്രക്ഷൻ ഈസ് ഇൻഡിക്കേറ്റഡ്? അപ്പോൾ ഇതിൽ നമുക്ക് നോക്കുമ്പോഴേക്കും അതിൽ ആ ഫിഗർ നോക്കുക, 2 ഗേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഡ്യുവൽ ഗേറ്റ് മോസ്ഫെറ്റ്, ഡിപ്രീഷൻ ടൈപ്പ് മോസ്ഫെറ്റ്, എൻഹാൻസ്മെൻറ്റ്. അപ്പോൾ 2 ഗേറ്റ് ഇതിൽ ഗേറ്റ് 1 ഗേറ്റ് 2 G1 എന്ന് ഇവിടെ കാണിച്ചേക്കണമുണ്ട്. ഇവിടെ ആ ഫിഗർ നോക്കുമ്പോൾ കാണാൻ പറ്റും, ഇവിടെ 2 വന്നിട്ടുണ്ട്, 2 നമ്പർ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ഡ്യുവൽ ഗേറ്റ് മോസ്ഫെറ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് എന്താണ്, ഡി ആണ്, ബി ആണ് എൻ്റെ ആൻസർ. വിച്ച് കണ്ടീഷൻ ദി SR ഫ്ലിപ്പ് ഫ്ലോപ്പ് ഈസ് അൺസ്റ്റേബിൾ? ഏത് കണ്ടീഷനാണ് അൺസ്റ്റേബിൾ ആവുന്നത്? അത് നമുക്കറിയാം. അതിൽ റേസ് കണ്ടീഷൻ എന്നുള്ളതുണ്ട്. അതിൽ ഏതിട്ട് രണ്ടിലും ഓരോ കണ്ടീഷൻ ഉണ്ട്. ഇപ്പോൾ ഇവിടെ 1 വന്നേക്കണതാണ് അവിടെ ആൻസറായിട്ട് വന്നത്. അപ്പോൾ അത് ആ രീതിയിൽ തന്നെയുണ്ട്. നെഗറ്റീവ് ട്രിഗറുണ്ട്, പോസിറ്റീവ് ട്രിഗറുണ്ട്. വിച്ച് മെഷറിങ് ഇൻസ്ട്രുമെൻറ്റ് ഈസ് മൂവ്മെൻറ്റ് ഈസ് യൂസ്ഡ്? നമുക്കറിയാം ഏത് രീതിയാണ്. അപ്പോൾ നമുക്ക് ഈ ചുറ്റു കാണുമ്പോൾ തന്നെ അറിയാം എന്താണ്, ഒരു കോയിലാണ് ചുറ്റി വെച്ചേക്കുന്നത്. ഇവിടെ നമുക്ക് നോക്കുമ്പോൾ ഇവിടെ കോയിലാണ് ഈ ചുറ്റി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നോക്കാം, മൂവിങ് കോയിൽ ഉപകരണം, അട്രാക്ഷൻ ടൈപ്പും MI മൂവിങ് ചെയ്യാം. പക്ഷേ MI സെൻറ്റർ 0 ഗാൽവനോമീറ്റർ. ഇതിൽ നമുക്ക് അറിയാം മൂവിങ് കോയിലാണ്, A തന്നെയാണ് അതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. ഓക്കെ, അടുത്തത് കറക്റ്റാണ്. വാട്ട് ഈസ് ദ ഐഡിയൽ AC വോൾട്ടേജ് ഇൻ ഡൊമസ്റ്റിക് ഇലക്ട്രിസിറ്റി? ഇത് ആരും തെറ്റിക്കരുത്, കാര്യം നമ്മുടെ വീടുകളിലേക്കുള്ള ഇലക്ട്രിസിറ്റി. അപ്പോൾ ഓപ്ഷൻസ് എല്ലാവരും വാങ്ങിക്കാം. 450 വോൾട്ടാണ് നമ്മുടെ വീട്ടിൽ, നമ്മുടെ നോർമൽ ഇൻഡസ്ട്രിയിലാണ് 450 വോൾട്ട്, നമുക്ക് 240 വോൾട്ടേജ്. അപ്പോൾ ബി ആണ് ആൻസർ. വിച്ച് വാട്ട് ഈസ് ദ പെർസെൻറ്റേജ് ഓഫ് കണ്ടക്ടിവിറ്റി ഓഫ് ഇലക്ട്രിക് കറണ്ട് ഇൻ അലൂമിനിയം? അലൂമിനിയത്തിൻ്റെ കണ്ടക്ടിവിറ്റി നമുക്കറിയാം 0.9. അടുത്ത ഏറ്റവും ബെസ്റ്റ് സിൽവർ, പിന്നെ കോപ്പർ, പിന്നെ അലൂമിനിയം. അപ്പോൾ ഇവിടെ നമുക്ക് വരുമ്പോഴേക്കും അലൂമിനിയത്തിൻ്റെ നമ്മുടെ ബുക്കിലുള്ള ഒരു ഡേറ്റയാണ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കണ്ടോ, 0.56. ഇത്രയും കറണ്ടേ ഉള്ളൂ അതിൻ്റെ കണ്ടക്ടിവിറ്റി. കണ്ടക്ടിവിറ്റി റേറ്റ് കുറവായതുകൊണ്ടാണ് നമുക്ക് അലൂമിനിയം വയറിനൊക്കെ വലിപ്പം കൂടുന്നത്. കാര്യം അത്രയും കറണ്ടിൻ്റെ കടത്തിവിടാനുള്ള കപ്പാസിറ്റി ഉള്ളൂ അതിന്. അത് ഓർത്തിരിക്കാം. അത് വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ഫസ്റ്റ് ലെറ്റർ ഇൻഡിക്കേറ്റഡ് ഇൻ ദ ട്രാൻസിസ്റ്റർ കോഡ് നമ്പർ? BC വേണമല്ലോ. അപ്പോൾ ആദ്യ അക്ഷരം എന്താണെന്ന് വെച്ചാൽ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ നമുക്ക് ശ്രദ്ധിച്ചിരിക്കണം. നമ്മൾ BC ഒക്കെ പഠിച്ചിട്ടുണ്ടാവുക. BC 107 എന്ന് പറയുമ്പോഴേക്കും ബി എന്ന് പറയുന്നത് ഏത് മെറ്റീരിയലാണ് ഉപയോഗിച്ചേക്കണം എന്നുള്ളതാണ്. സി എന്ന് പറഞ്ഞാൽ അതിൻ്റെ പർപ്പസ്, കോമൺ ടൈപ്പ് എന്താണ്, ലോ പവർ ആംപ്ലിഫയർ ആപ്ലിക്കേഷൻസ്. ഇതിൽ നമുക്ക് വരുമ്പോഴേക്കും ഇതിൽ ആൻസർ ഉണ്ട്. ജെർമേനിയം മെറ്റീരിയലാണെങ്കിൽ A വന്നതിന്, സിലിക്കൺ മെറ്റീരിയലാണ് C, ആൻറ്റിമണി മെറ്റീരിയൽ യൂസ്ഡ് വേറെ നമ്പറാണ്, ഇന്ത്യ മെറ്റീരിയൽ. അപ്പോൾ നമുക്കറിയാം ബി ആണ് ഇവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത് 9ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ കറണ്ട് ത്രൂ ദ സെനർ ഡയോഡ് ഫുൾ ലോഡ് കണ്ടീഷൻ? ഇവിടെ സെനറുണ്ട്, നമ്മളിവിടെ ലോഡ് ഫുള്ളായിട്ട് വരുമ്പോഴേക്കും നമ്മൾ ഓർത്തിരിക്കുക ഫുൾ ലോഡ് കറണ്ട്. ഇവിടെ ലോഡിൽ കൂടി കൂടുതൽ കറണ്ട് പോകുമ്പോൾ നമുക്കറിയാം സെനറിൽ കൂടി ഏറ്റവും മിനിമം കറണ്ട് പോകുള്ളൂ. ഓക്കെ, അതേസമയം ലോഡിൽ കറണ്ട് ഒന്നും ഇല്ലെങ്കിൽ മുഴുവൻ കറണ്ട് വരെ പോകും, സെനറിൽ കൂടി പോകും. അപ്പോൾ അത് ഓർത്തിരിക്കുക. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നതിൻ്റെ ആൻസർ നമുക്ക് എന്താണ്, ആ സമയത്ത് മിനിമമാണ്. 0 കറണ്ട് എന്ന് പറയുന്നത് മിനിമം പറഞ്ഞിട്ടുണ്ടെന്ന്, മാക്സിമം എന്ന് പറയുന്നത് നമുക്കറിയാം 0 കറണ്ട് എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അത് മിനിമം കറണ്ട്, ബി ആണ് അവിടുത്തെ ആൻസർ. അത് ഓർത്ത് വെച്ചേക്കാം. ഇത് കണ്ട സെനർ ഡയോഡ് Z പോലെ അതിൻ്റെ ആ ഷേപ്പിൽ വന്നിരിക്കുന്നത്. അടുത്ത് വിച്ച് എനർജി ഈസ് കൺവേർട്ടഡ് ടു ഇലക്ട്രിക് എനർജി ഇൻ ഹൈഡ്രോ പവർ സ്റ്റേഷൻ? ഹൈഡ്രോ പവർ സ്റ്റേഷൻ നമുക്കറിയാം, ഇടുക്കി സ്റ്റേഷനിലൊക്കെ എന്താണ്, ഏത് എനർജീനാണ്? ഹീറ്റ് എനർജി, ലൈറ്റ് എനർജി, കെമിക്കൽ എനർജി, മെക്കാനിക്കൽ എനർജിയാണ്. അതായത് വെള്ളം കെട്ടി നിർത്തിയിട്ടുള്ള ഒരു മെക്കാനിക്കൽ ഫോഴ്സിനെയാണ് അവിടെ എന്തായിട്ട് വരുന്നത്, ഇലക്ട്രിക് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യണം. വാട്ടറിൻ്റെ ഫോഴ്സ്
find the value of shunt resistance required for a 1 milliampere meter to extend the range measured 10 milliampere. ഇങ്ങനെ വരുമ്പോഴേക്കും നമ്മൾ ഓർത്തിരിക്കുക, 1 milliampere കറണ്ടുള്ള മൾട്ടിമീറ്ററിന് 10 milliampere കറണ്ടുള്ള മൾട്ടിമീറ്ററായിട്ട് കൂട്ടുമ്പോൾ അവിടുത്തെ മീറ്റർ റെസിസ്റ്റൻസ് 27 ഓമാണ്. ഓക്കെ, അപ്പോൾ സാധാരണ നമ്മൾ ഓർത്തിരിക്കുക, കറണ്ട് കൂട്ടാനാണെങ്കിൽ അതിൻ്റെ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ കുറയും. അപ്പോൾ 10-1 കുറയണം. ഓക്കെ, അതായത് 10-1 പറയാൻ പറ്റില്ല, ഇപ്പോൾ പോകുന്നത് ഈ റെസിസ്റ്ററിൽ. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ ഉണ്ട് നമുക്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ നോക്കുമ്പോഴേക്കും ഇങ്ങനെ വരുന്നത് ഇതിൽ പറയുന്ന പോലെ ആർ എസ് എച്ച് ഷണ്ട് റെസിസ്റ്റൻസ് ഐ എം ഇൻറ്റു ആർ എം ബൈ ഐ മൈനസ് ഐ എം. ഇവിടെ ഐ എം എന്ന് വെച്ചാൽ മീറ്റർ കറണ്ട് നമുക്കറിയാം 1 milliampere ആണ്. ഇനി ആർ എം എന്ന് പറഞ്ഞാൽ 27 ഓമാണ്. ബൈ ഐ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ നോക്കേണ്ടത് 10 milliampere ആണ്. പിന്നെ ഐ എം മൈനസ് 1 milliampere. അപ്പോൾ ഈ വാല്യൂ നമ്മൾ ഇടുമ്പോഴേക്കും എന്താണ് 1 ഇൻറ്റു 27 ബൈ 10 മൈനസ് 1. അപ്പോൾ നമുക്ക് ഇവിടെ അറിയാൻ പറ്റും എങ്ങനെയാണ് ഇതിലിപ്പോൾ വന്നേക്കണ പോലെ 27 ഇൻറ്റു 1 27, 10 മൈനസ് 1 9, 9 27. അപ്പോൾ നമുക്കിവിടെ സി ആണ് അവിടെ ആൻസറായിട്ട് വരുന്നത്. ഇവിടെ നോക്കാം, സി ആണ്. അപ്പോൾ ഐ എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീറ്റർ കറണ്ട്, ആർ എന്ന് പറഞ്ഞാൽ മീറ്റർ റെസിസ്റ്റൻസ്. ആ ഇക്വേഷൻ നമ്മൾ കൊടുക്കുമ്പോൾ അപ്പോൾ വിച്ച് ഈസ് ദ കോമ്പിനേഷൻ ഓഫ് ഫോട്ടോ ട്രാൻസിസ്റ്ററിൻ്റെ കോമ്പിനേഷൻ ആണ് ലേസർ ഡയോഡ് ആൻഡ് പിൻ ഡയോഡ്, ഫോട്ടോ ട്രാൻസിസ്റ്റർ ആൻഡ് ഡയാക്ക്, ഫോട്ടോ ഡയോഡ് ആൻഡ് ട്രാൻസിസ്റ്റർ, ഫോട്ടോ റെസിസ്റ്റർ ആൻഡ് ട്രയാക്ക്. അപ്പോൾ സി ആണ് ഫോട്ടോ ഡയോഡും ട്രാൻസിസ്റ്ററും കൂടി കൊടുക്കുന്നതിന് നമ്മൾ എന്താണ് ഫോട്ടോ ട്രാൻസിസ്റ്റർ എന്ന് പറയണം. ലൈറ്റിനനുസരിച്ച് വർക്ക് ചെയ്യുന്ന ഫോട്ടോ ട്രാൻസിസ്റ്റർ. വാട്ട് ഈസ് ദ ടൈപ്പ് ഓഫ് ട്രാൻസ്ഫോമറിൻ്റെ തരം ഏതാണെന്ന് ചോദിച്ചാൽ ഇവിടെ ഒരു ഐസൊലേഷൻ ട്രാൻസ്ഫോമർ, സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമർ, ലോ ഫ്രീക്വൻസി ട്രാൻസ്ഫോമർ, ഹൈ ഫ്രീക്വൻസി ട്രാൻസ്ഫോമർ. നമുക്കിവിടെ കപ്പാസിറ്റർ വന്നേക്കുന്നുണ്ട്, അതുകൊണ്ട് അതൊരു ഹൈ ഫ്രീക്വൻസി എക്സി കപ്പാസിറ്റീവ് റിയാക്ടൻസ് ഉള്ളപ്പോൾ ഒരു ഹൈ ഫ്രീക്വൻസി ട്രാൻസ്ഫോമറാണ്. ഇങ്ങനെ ഒരു രീതിയിൽ കാണിച്ചു കഴിഞ്ഞാൽ ആറും എക്സിയും കാണിച്ചേക്കുന്നത്. ഹൗ മെനി പിൻ ഇൻ ഓപ്പ് ആമ്പ് വോൾട്ടേജ് റെഗുലേറ്റർ IC 723 നമുക്ക് 14 ഒരു വോൾട്ടേജ് റെഗുലേറ്റർ IC ആണ്. നമുക്ക് തിയറിയിലുള്ളതാണ്, നമ്മൾ പ്രാക്ടിക്കലായിട്ട് IC കുറവായതുകൊണ്ട് നമ്മൾ ചെയ്തിട്ടില്ല. 14 പിന്നാണ് IC, എല്ലാം 741 ആണെങ്കിൽ 8 പിന്നാണ്. ഓക്കെ, അടുത്ത 15-ാമത്തെ നമുക്കറിയാം വാട്ട് ഈസ് ദ യൂസ് ഓഫ് ബാറ്ററി അനലൈസ് വിത്ത് റാപ്പിഡ് ടെസ്റ്റ് പ്രോഗ്രാം. അതിൽ നമുക്ക് ടെസ്റ്റ് ബാറ്ററി ലൈഫ്, ടെസ്റ്റ് ലോഡ് കറണ്ട് ഡെലിവേർഡ്, അത് നമുക്ക് ലോഡ് കണക്ട് ചെയ്യണം, ടെസ്റ്റ് ചാർജിങ് കറണ്ട് ഓഫ് ദി ബാറ്ററി, അത് ചാർജറിൽ നിന്ന് വരുന്നത്. ഇൻഡിക്കേറ്റ് ദ ഹെൽത്ത് കണ്ടീഷൻ ഓഫ് ബാറ്ററി, ബാറ്ററിയുടെ കണ്ടീഷൻ അറിയാൻ വേണ്ടി നമ്മൾ ബാറ്ററി അനലൈസർ യൂസ് ചെയ്യുന്നു. വിച്ച് ഈസ് ദ മെയിൻ പാർട്ട് ഓഫ് സിഗ്നൽ ജനറേറ്റർ, ഓസിലേറ്റർ, ആംപ്ലിഫയർ, റെക്ടിഫയർ, റെഗുലേറ്റർ. അതായത് ഓസിലേറ്ററാണ് ഒരു സിഗ്നൽ ജനറേറ്ററിൻ്റെ പാർട്ട്. കാര്യം ആ ഓസിലേറ്ററിൽ നിന്നാണ് സ്വയം വേവാണ് സ്ക്വയർ വേവാണ് നമുക്ക് കിട്ടുന്നതെന്ന് പറയുന്നത്. വിച്ച് ഈസ് ദ ഔട്ട്പുട്ട് പിൻ നമ്പർ ഓഫ് IC, അതായത് 555 ICയുടെ പിൻ നമ്പർ എത്രയാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന 555 ICയുടെ പിൻ നമ്പർ 3 ആണ്. ഓക്കെ, ടോങ് ടെസ്റ്റ് ഈസ് ഓൾസോ നോൺ ആസ് ക്ലാമ്പ് മീറ്ററിനാണ് ടോങ് ടെസ്റ്റ് എന്നാണ്. ക്ലാമ്പ് മീറ്റർ നമുക്കറിയാം, നമ്മൾ വയറിൽ വെറുതെ ക്ലാമ്പ് ചെയ്തിരുന്നത് ജോ പോലെ ഉള്ള ടൈപ്പ് ആണ് നമുക്കെന്താണ് ക്ലാമ്പ് മീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ വിച്ച് മെറ്റീരിയൽ കണ്ടക്ട്സ് ഇലക്ട്രിസിറ്റി, ഏത് മെറ്റീരിയലാണ് ഇലക്ട്രിസിറ്റി കടത്തി വിടുന്നത്? മൈക്ക ഇൻസുലേറ്ററാണ്, പേപ്പർ കടത്തി വിടില്ല, ഗ്ലാസ് വിടില്ല, കോപ്പർ വിടും. ബാക്കി എല്ലാം ഇൻസുലേറ്ററാണ്, കോപ്പർ. അപ്പോൾ മൂന്നും വായിച്ച് നോക്കാം, നമുക്കത് അനലൈസ് ചെയ്യാം. ഓക്കെ, വിച്ച് സർക്യൂട്ട് റിക്വയർസ് ദ ഫ്ലിപ്പ് ഫ്ലോപ്പ് ഫോർ ദ ഓപ്പറേഷൻ, ഈ സർക്യൂട്ട് ഫ്ലിപ്പ് ഫ്ലോപ്പ് ആവശ്യമുള്ളത്? ആംപ്ലിഫയർ സർക്യൂട്ട്, ഓസിലേറ്റർ സർക്യൂട്ട്, മോഡുലേറ്റർ സർക്യൂട്ട്, മെമ്മറി സർക്യൂട്ട്. നമുക്കറിയാം ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറഞ്ഞാൽ 1 bit മെമ്മറിയാണ്. അതായത് ഒരു ഡാറ്റനെ സ്റ്റോർ ചെയ്ത് വെക്കാം. ഒരു കണ്ടീഷൻ, ഒരു ഡ്യുവൽ സ്റ്റേജ് ബൈസ്റ്റേബിൾ മൾട്ടിപ്രേറ്ററിൽ എന്താണ് നമ്മളൊരു സ്വിച്ച് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു LED കത്തി തന്നെ നിൽക്കണം. ആ ഒരു സ്റ്റേറ്റാണ്, ഒരു കണ്ടീഷൻ ഹൈ അല്ലെങ്കിൽ ലോ നമ്മൾ സ്റ്റോർ ചെയ്യുന്നതാണ്. അപ്പോൾ അതെന്താണ് മെമ്മറി സർക്യൂട്ടുകളെല്ലാം നമ്മൾ ഫ്ലിപ്പ് ഫ്ലോപ്പിലാണ് ബേസ് ചെയ്യുന്നത്. ഇത് പ്രൊപ്പഗേഷൻ ഡിലേ ഓഫ് സ്റ്റാൻഡേർഡ് TTL ചിപ്പിൻ്റെ പ്രൊപ്പഗേഷൻ ഡിലേ നമുക്ക് അതായത് പ്രൊപ്പഗേഷൻ എന്ന് വെച്ചാൽ ഇൻപുട്ടിലൊരു ചേഞ്ച് ചെയ്യുന്ന ഔട്ട്പുട്ടിൽ എങ്ങനെ എത്രമാത്രം ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് പ്രൊപ്പഗേഷൻ ഡിലേ. അപ്പോൾ അത് വരുമ്പോഴേക്കും ഏകദേശം 10 നാനോ സെക്കൻഡാണ്. സി ആണ് അതിൻ്റെ ആൻസർ, 10 എന്ന് ഓർത്ത് വെച്ചേക്കുക.
TTL വാട്ട് ഈസ് വേറെ IC അല്ലാണ്ട് തന്നെയല്ല, ചിലത് അതിന് സ്പീഡ് കൂടി 8.5 ഒക്കെ ആവും. സ്റ്റാൻഡേർഡ് TTL എന്ന് പറയുമ്പോഴേക്കും ഈ റേറ്റ്. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ഈച്ച് ഡിവിഷൻ മാർക്കഡ് ബൈ ദ നമ്പർ ഇൻ ദ വോൾട്ടിമീറ്ററിൻ്റെ നോക്കാം. ഓരോ ഡിവിഷനോട് കൊടുത്തിട്ടുണ്ട്. അവർ കൊടുത്തിരിക്കുന്ന അതിൽ രേഖപ്പെടുത്തിയെന്ന് പറയുന്ന ഡിവിഷൻ എന്ന് പറയുമ്പോഴേക്കും ശരിക്കും നമ്മൾ പറഞ്ഞാൽ അതിൻ്റെ സെൻട്രലായിട്ടാണ് കൊടുത്തത്. അപ്പോൾ അവിടെ 0-നും 2-നോടൊക്കെ 1 ആണ് വന്നേക്കുന്നത്. അപ്പോൾ അതിൻ്റെ വാല്യൂ 1 ആണ്. നമുക്ക് 1 ആയിട്ട് തോന്നും, പക്ഷേ അവർ ഓരോ ഡയലായിട്ടാണ് കൊടുത്തത്. അപ്പോൾ അതിൽ വരുമ്പോഴേക്കും 2, 4. അപ്പോൾ ആ ഡിവിഷൻ ഓരോന്നിൻ്റെ വാല്യൂ അവിടെ എഴുതിയിരിക്കുന്നത്. ഓരോ ഡിവിഷനും 2 വെച്ചാണ് കൂടി പോകുന്നത്. ഓക്കെ, B ആണ് ആൻസർ. വാട്ട് ഈസ് ദ എഫക്റ്റ് ഓൺ ദ കറണ്ട് ഫ്ലോ വിച്ച് ഇൻക്രീസ് ദ ഡയമീറ്റർ ഓഫ് ദ കണ്ടക്ടറുടെ ഡയമീറ്റർ കൂടുന്ന കാരണം കറണ്ടിൻ്റെ ഒഴുക്ക് എന്താണ് സംഭവിക്കുന്നതെന്നാണ്. നമുക്കറിയാം, ഒരു പൈപ്പിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ വലിപ്പം കൂടുമ്പോഴേക്കും കൂടുതൽ വെള്ളം പോകും. കൂടുതൽ ഡയ കൂടിയ പൈപ്പിൽ കൂടി കൂടുതൽ വെള്ളം പോകും. ഇത് തന്നെയാണ് റെസിസ്റ്റൻസിൻ്റെ കാര്യത്തിലും. ഡയ കൂടിക്കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് കുറയും, കറണ്ട് കൂടും. ഹലോ, ഹൈ കറണ്ട് ഫ്ലോ ഉണ്ടോ, അതിനാണ് D. അടുത്തത്, വിച്ച് ക്വാളിറ്റി എഫക്ട് ദ Q പോയിന്റ് ഓഫ് ദ ട്രാൻസിസ്റ്റർ ഇൻ ആംപ്ലിഫയർ? Decrease the temperature, increase the temperature, proper biasing method, mismatching signals. Which quantity affect the Q point of the transistor? അതിൻ്റെ ടെമ്പറേച്ചർ കൂടെ കുറേ ചെയ്യുന്നത് അതിൻ്റെ Q പോയിൻറ്റിനെ എഫക്റ്റ് ചെയ്യും എന്നാണ് പറയുന്നത്. വാട്ട് ഈസ് ദ പൾസ് വിത്ത് ഇൻ മോണോസ്റ്റെപ്പ് മൾട്ടിമീറ്റർ ഇഫ് 10 kilo ആൻഡ് C=0.01 മൈക്രോഫാരഡ്? അപ്പോൾ അതിൻ്റെ വിഡ്ത്ത് എത്രയായിരിക്കും എന്നാണ് ചോദിച്ചാൽ. മോണോസ്റ്റെബിൾ മൾട്ടിമീറ്ററിൽ നമ്മൾ ഓൺ ചെയ്യുമ്പോഴേക്കും C/R വരും. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻസിൽ നമ്മൾ ഇടുമ്പോഴേക്കും നമുക്ക് 0.11 millisecond. അപ്പോൾ കിലോ ഇൻറ്റു 0.10 × 0.01 എന്ന് പറയുമ്പോൾ തന്നെ അവിടെ പോയിൻ്റായി കിലോ വന്നിട്ടുണ്ട്. മൈക്രോഫാരഡാണ്. അപ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്ക് അവിടെ കിട്ടുന്നത് എന്താണ്? 0.11 millisecond എന്നുള്ള ടൈം നമുക്കവിടെ കിട്ടും. 10⁻³ അവിടെ പോകും. ബാക്കി 0.1 × 10 പോയി, ബാക്കി -3 ഉണ്ട്. അപ്പോൾ 0.00 വരും. അപ്പോൾ അത്രയും സെക്കൻഡ്. അപ്പോൾ 3 സെക്കൻഡിലേക്ക് ഇടുമ്പോൾ 0.11 millisecond. വിച്ച് ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ മെത്തേഡ് ടു അവോയ്ഡ് ടു എ പേഴ്സൺ വിത്ത് അബ്ഡോമിനൽ ഇഞ്ചുറി? അത് നമുക്കത് വരുന്നത് സ്കഫേഴ്സ് മെത്തേഡ്. നമ്മുടെ അബ്ഡോമൻ ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ശ്വാസം കൊടുക്കുമെന്നുള്ളതാണ് സ്കഫേഴ്സ് മെത്തേഡാണ് നമ്മൾ വിളിക്കുന്നത്. വാട്ട് വിൽ ബി ദ വാല്യൂ ഓഫ് 100 kilo പൊട്ടൻഷ്യോമീറ്റർ ഏരിയ പോയിന്റ് അറ്റ് ദ സെൻറ്ററിലാകുമ്പോൾ അതിന് നേർപ്പകുതിയാണ്. എത്ര? 50 kilo. ഒരു പൊട്ടൻഷ്യോമീറ്റർ 100 kilo ആകുമ്പോഴേക്കും സെൻട്രലിൽ നിർത്തി കഴിഞ്ഞാൽ അതിൻ്റെ പകുതി വാല്യൂ. അത് പ്രത്യേകിച്ച് അത് വേറെ ഒന്നും പറയാനില്ല. സ്റ്റാൻഡേർഡ് ലീനിയർ ടൈപ്പ് ആണെങ്കിൽ. ലോഗരിതമിക് എന്ന് പറയുമ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല, അത് കൂടുന്നതിൻ്റെ അളവ് കുറച്ച് വേരിയേഷൻ. ലോഗരിതമിക് ഗ്രാഫ് പോലെയാണ് കൂടുന്നത്. വിച്ച് ഡിജിറ്റൽ സിസ്റ്റം ട്രാൻസ്ലേറ്റ് ദ കോഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഇൻറ്റു എ മോർ യൂസ്ഫുൾ ഫോം? കോഡർ ക്യാരക്ടറിസ്റ്റിക്സ് ഇൻറ്റു എ മോർ യൂസ്ഫുൾ ഫോം. എൻകോഡർ, ഡീകോഡർ, കൗണ്ടർ, ഡിസ്പ്ലേ. അപ്പോൾ നമുക്കറിയാം കോഡർ ഫോമിനെ മാറ്റാൻ എന്ന് നോക്കണം. അപ്പോൾ അത് വരുന്നത് ഡീകോഡറാണ് ഡീകോഡ് ചെയ്യുന്നത്. ഓക്കെ, ഫൈൻഡ് ദ വാല്യൂ ഓഫ് എ ടോട്ടൽ ഇൻഡക്റ്റൻസ് വാല്യൂ 2 ഇൻഡക്ടേഴ്സ് 100 Henry കണക്ട് പാരലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നത്? അപ്പോൾ നമുക്ക് ഓർത്തിരിക്കാം, ഇൻഡക്ടറും റെസിസ്റ്റൻസും ഒരേപോലെ. റെസിസ്റ്റൻസ് പാരലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ വാല്യൂ പകുതി R1 × R2/R1 + R2 സെയിം ആണെങ്കിൽ നേർപ്പകുതി R/2 വരും. അപ്പോൾ ഇവിടെ പാരലായതുകൊണ്ട് അത് നേർപ്പകുതിയാവും. റെസിസ്റ്റൻസ് പോലെ തന്നെയാണ് ഇൻഡക്ടർ. കപ്പാസിറ്റർ മാത്രം അതിൻ്റെ ഓപ്പോസിറ്റ് ആക്ഷൻ. സീരീസ് വരുമ്പോഴേക്കും അത് പാരലൽ റെസിസ്റ്റൻസ് വന്ന പോലെ, പാരലൽ വരുമ്പോൾ സീരീസിൽ റെസിസ്റ്റൻസ് വന്ന പോലെയാണ് കപ്പാസിറ്ററിൽ വരുന്നത് എന്ന് ഓർത്ത്. അപ്പോൾ 100ൻ്റെ പകുതി എത്തണം 50. B ആണ് അവിടുത്തെ ആൻസർ. ഹൗ ദ സർക്യൂട്ട് സ്കീമാറ്റിക് ഡ്രോൺ യൂസിങ് സിമുലേഷൻ സോഫ്റ്റ്വെയർ ഈസ് ടെസ്റ്റഡ്? ഓക്കെ, ഇതൊരു മെയിൻ ആയിട്ടുള്ളൊരു ചോദ്യമാണ്. ഇതിൽ വരുമ്പോഴേക്കും യൂസിങ് അനലൈസിസ് മെനു ആണ് അവിടെ യൂസ് ചെയ്യുന്നത്. അടുത്തത്, വിച്ച് ടൈപ്പ് ഓഫ് ആംപ്ലിഫയർ ഹാസ് ഫ്രീക്വൻസി റെസ്പോൺസ് കർവിൻ ഷോൺ ബിലോ? ഇവിടെ ഒരു കാര്യം കൂടി ഒന്ന് ശ്രദ്ധിക്കും, പറയാൻ വിട്ടുപോയി. ഇവിടെ എന്താണ്, അത് സോഫ്റ്റ്വെയർ ആയതുകൊണ്ട് അതിൽ നമുക്ക് എന്താണ് വെർച്വൽ ഓസിലോസ്കോപ്പ് എടുക്കും. പക്ഷേ അതിലോട്ടൊക്കെ പോകുന്നത് അനലൈസിസ് മെനു എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത്. നമുക്കത് സോഫ്റ്റ് കോപ്പി ആയിട്ട് നമ്മൾ വരയ്ക്കുന്നതാണ്. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ നമ്മുടെ മൾട്ടിമീഡിയ എക്സ്റ്റേണലായിട്ട് ഒരു സാധനം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. ആംപ്ലിഫയർ ഹാസ് ദ ഫ്രീക്വൻസി റെസ്പോൺസ് കർവ് ഷോൺ ബിലോ. നമുക്ക് ഏത് ആംപ്ലിഫയറിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസാണ് ഈ കാണിച്ചിരിക്കുന്നത്? RC കപ്പിൾഡ്, LC കപ്പിൾഡ്, AT കപ്പിൾഡ്,
ട്രാൻസ്ഫോമർ നമുക്കറിയാം ഡയറക്റ്റ് കപ്പിൾഡാണ്. കാര്യം ലോ ഫ്രീക്വൻസിയിൽ കട്ട് ഓഫ് ഒന്നും വന്നിട്ടില്ല, ഹൈ ഫ്രീക്വൻസി ആകുമ്പോൾ കുറഞ്ഞു പോകണം. അപ്പോൾ അത് നമുക്കറിയാം സി ഡയറക്റ്റ് കപ്പിൾഡാണ്. അതേസമയം ഇവിടെ ഇങ്ങനെ വന്നിരുന്നെങ്കിൽ എന്താണ് ആർ സി ആയാന്. ഇനി അതിന് പകരം ഇങ്ങനെ വന്നിരുന്നെങ്കിൽ എന്താണ് അത് ഇൻഡക്ടർ കപ്പിൾഡ് ആയാന്. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടുത്തെ വ്യത്യാസം. ഹൗ ദ ഇൻസുലേറ്റേഴ്സ് ആർ കോൾഡ്. ഇൻസുലേറ്ററിന് മൊഡ്യൂൾ ഡയലക്ട്രിക് സെമിക്കണ്ടക്ടർ. നമുക്കറിയാം കപ്പാസിറ്ററിൽ ഡയലക്ട്രിക് എന്ന് പറയുന്നത് ഇൻസുലേറ്ററാണ്. അപ്പോൾ ഡയലക്ട്രിക് നമ്മൾ ഇൻസുലേറ്ററിൻ്റെ മറ്റൊരു പേരാണ് സി എന്നുള്ള ഡൈലക്ട്രിക്. ഓക്കെ, അടുത്ത് വാട്ട് ഈസ് ദ മാക്സിമം ലോഡ് കറണ്ട് ഓഫ് എ റെഗുലേറ്റർ ഐ സി 78 മ്യൂ എ 7812. പ്രത്യേകം മ്യൂ എ 7812 എന്ന് വെറുതെ 7812 ആണെങ്കിൽ 1 ആംപിയറാണ്. മ്യൂ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2.2 ആംപിയറാണ്. ഓർത്തിരിക്കുക. അതിൻ്റെ ഫസ്റ്റ് ലെറ്റർ ഇവിടെ കാണിച്ചിരിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്കിവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് വെറും ഇതില്ലായിരുന്നെങ്കിൽ നമുക്ക് എന്താണ് 1 ആംപിയർ ആയാലും. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് കപ്പാസിറ്റർ C4 ഇൻ ആർ സി ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്റർ. C4 നോക്കാം. C4ൽ ആർ സി ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്ററിൻ്റെ C4ൻ്റെ ഉപയോഗം എന്താണ് നമുക്കറിയാം. ഓസിലേഷൻ C1 C2 C3 വന്നിട്ട് C4 നമുക്കവിടെ എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ബൈപാസ് അൺവാണ്ടഡ് HF arranging the discharging of the voltage, supplies the base wires to transistor, determine the oscillating frequency. Bypass the unwanted HF oscillation to ground. വേറെ ഹൈ ഫ്രീക്വൻസി HF ഹൈ ഫ്രീക്വൻസി ഓസിലേഷൻ അൺവാണ്ടഡ് ആയിട്ടുള്ള വന്നു കഴിഞ്ഞാൽ അതിനെ ബൈപ്പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത്. ബാക്കി 3 കപ്പാസിറ്റർ C1 C2 C3 R1 R2 ഒക്കെ വന്നിരിക്കുന്നത് അതിൻ്റെ ഒപ്പം തന്നെ വന്നിരിക്കുന്ന ഓസിലേഷൻ സർക്യൂട്ടാണ്. 60 ഡിഗ്രി വെച്ച് നമ്മൾ എക്സാമിന് ചെയ്ത പോലെ തന്നെ. വാട്ട് ഈസ് ദ ഡെസിമൽ നമ്പർ ഓഫ് ദി ബൈനറി നമ്പർ. 0101 എന്നാൽ 010 നമുക്കറിയാം. അത് ബൈനറി നമുക്കറിയാം. 0001 എന്ന് പറഞ്ഞാൽ 0 0011 10 അപ്പോൾ ഇത് വെച്ച് നോക്കുമ്പോൾ എന്താണ് ഇത് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ നേരിട്ട് കൺവേർട്ട് ചെയ്യാം. 5ൻ്റെ ആണത്. 5 ആണ്, അല്ലെങ്കിൽ 1:2:1, അതായത് 1 to 4. അപ്പോൾ നമുക്ക് 1 4 മാത്രം, ബാക്കി എല്ലാം 0 ആയതുകൊണ്ട് ഇത് 4 + 1 5 അങ്ങനെയും കണ്ടുപിടിക്കാം. വിച്ച് മെത്തേഡ് ഈസ് അഡോപ്റ്റഡ് ടു ചേഞ്ച് ദ കാർ ബാറ്ററി വിത്ത് വോൾട്ടേജ് റേറ്റിംഗ് ഓഫ് 2.3%. 2.3 വോൾട്ടേജിൽ നിന്ന് കാർ ബാറ്ററി ചാർജ് ചെയ്യുമ്പോൾ ഏത് രീതിയാണ് സ്വീകരിക്കുന്നത്. ഫ്ലോട്ട് ചാർജിങ്, ട്രിപ്പിൾ ചാർജിങ്, കോൺസ്റ്റൻറ്റ് കറണ്ട് ചാർജിങ്, കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് ചാർജിങ്. നമുക്കറിയാം കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് ചാർജിങ് ആണ്. അവിടെ ഡി ആണ് ആൻസർ. വാട്ട് ഈസ് ദ കളർ ഓഫ് പോസിറ്റീവ് ഇലക്ട്രോഡ് ഇൻ ഫുൾ ചാർജിൽ ലെഡ് ആസിഡ് ബാറ്ററി. ലെഡ് ആസിഡ് ബാറ്ററിയുടെ പോസിറ്റീവ് ആനോഡിൻ്റെ അത് റെഡ്, ഗ്രേ കളർ, റെഡിഷ്ഡ് ബ്രൗൺ. അപ്പോൾ നമുക്ക് സി ആണ് അതിൻ്റെ ആൻസർ, റെഡിസിൽ. പക്ഷേ ആനോഡ് കാഥോഡാണെങ്കിൽ ഏതാണെന്നുള്ളത് നോക്കാം. കാഥോഡ് റെഡിഷ്ഡ് ബ്രൗണും ആണ് വന്നത്. മീൻസ് ഗ്രേ ആണ് വന്നത്. ഓക്കെ, വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ ഇലക്ട്രോണിക് സിമ്പിൾ. ഏതെല്ലാം നമുക്കറിയാം. ഇവിടെ പേരുകൾ നോക്കാം. ഗേറ്റ്, സോഴ്സ്, ഡ്രെയിൻ. അവിടെ ടച്ച് ചെയ്തിട്ടില്ല. അപ്പോൾ എന്താണ് നമുക്ക് നോക്കുമ്പോൾ അറിയാം ചാനൽ മോസ്ഫെറ്റ് ഡിപ്ലീഷൻ ടൈപ്പ് കണ്ടാം. മുട്ടാത്തതുകൊണ്ട് ഡിപ്ലീഷൻ ടൈപ്പാണ് എൻ ചാനൽ മോസ്ഫെറ്റ്. അത് വിട്ടായിരുന്നെങ്കിൽ ഇവിടുത്തെ ഓരോ പോയിന്റ് വിട്ടാണെങ്കിൽ എൻഹാൻസ്മെൻറ്റ്. പിന്നെ ആരോ അകത്തേക്ക് വന്നാൽ എൻ ചാനൽ എന്ന് പറയുന്നു. പുറത്തേക്കാണെങ്കിൽ അത് പി ചാനലായിരുന്നു ഈ ആരോ നടക്കുന്നത്. വാട്ട് ഈസ് ദ ഫോർവേഡ് വോൾട്ടേജ് ഡ്രോപ്പ് ഓഫ് സിംഗിൾ കളർ റെഡ്. ഓക്കെ, ഫോർവേഡ് വോൾട്ടേജ് ഡ്രോപ്പ് നമുക്ക് LED റെഡിനാണ് ഏറ്റവും കുറവ്. അപ്പോൾ അവിടെ നമുക്ക് 1.8 ഉണ്ട്, 2.1 ഉണ്ട്. അപ്പോൾ നമുക്ക് 1.8 വോൾട്ടാണ് ഏറ്റവും കുറഞ്ഞ വോൾട്ടേജ് കത്തുന്നത്. എന്താണ് ഫോർവേഡ് വോൾട്ടേജ് റെഡ് LED. വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് ദി മോസ്ഫെറ്റ്. മോസ്ഫെറ്റിൻ്റെ ഫുൾ ഫോം മെറ്റൽ ഓക്സൈഡ് സെമി കണ്ടക്ടർ ഫീൽഡ് എഫക്ട് ട്രാൻസിസ്റ്റർ. മെറ്റൽ ഓക്സൈഡ് സെമി കണ്ടക്ടർ ഫീൽഡ് എഫക്ട് FET എന്ന് പറയും. അപ്പോൾ നമുക്കറിയാം സി ആണ് അതിൻ്റെ ആൻസർ. വിച്ച് സിലിക്കൺ അയൺ സ്റ്റീൽ ലാമിനേറ്റർ കോർ ഈസ് യൂസ്ഡ് ഇൻ ട്രാൻസ്ഫോമർ. എന്താണ് വൈ സിലിക്കൺ അയൺ സ്റ്റീൽ ലാമിനേറ്റർ എന്താണ് റെഡ്യൂസ് ദ ഹിസ്റ്ററീസ് ലോസ്. ഇവിടെ ഉണ്ടാകുന്ന അതിൽ ആ മാഗ്നറ്റിക് ഫ്ലക്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അതിലുണ്ടാകുന്ന ലോസാണ് എന്താണ് ഹിസ്റ്ററീസ് ലോസ്. അത് കുറക്കാൻ വേണ്ടി. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദി ഓഫ് ദി റീജിയൻ മാർക്ക് എക്സ് ഓൺ ദ UJT. എക്സ് മാർക്ക് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് കൂടി വന്നിട്ട് പെട്ടെന്ന് അങ്ങോട്ട് കുറഞ്ഞു പോകണം. അതിൽ നമുക്ക് എന്താ നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയൻ പെട്ടെന്ന് കൂടിയിട്ട് റെസിസ്റ്റൻസ് ഡൗൺ ആയി പോകുന്നു. അതിന് നമ്മൾ പറയുന്നത് ഡി ആണ്, നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയൻ. നെയിം ദ ഇലക്ട്രിക് മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ് യൂസ് ഫോർ മെഷർമെൻറ്റ് ഓഫ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. നമുക്കറിയാം പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് വോൾട്ടേജിൻ്റെ മറ്റൊരു പേര് പൊട്ടൻഷ്യൽ ഡിഫറൻസ് PD എന്ന് പറയും. ഇലക്ട്രോമോട്ടീവ് EMF എന്ന് പറയും. അപ്പോൾ അത് മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് എന്താണ് വോൾട്ടേജ് മെഷർ ചെയ്യുന്നത് വോൾട്ട്മീറ്റർ. സിമ്പിൾ. ഈ രീതിയിൽ ചോദിക്കുന്നവർക്ക് കൺഫ്യൂഷൻ. ഹൗ ദ സെൻസിറ്റിവിറ്റി ഓഫ് ദ വോൾട്ട്മീറ്റർ ഡിറ്റർമൈൻഡ്.
FST കറണ്ട് മീറ്റർ കോയിൽ റെസിസ്റ്റൻസ് ഓംസ് പെർ വോൾട്ട് റേറ്റിംഗ് മാക്സിമം വോൾട്ടേജ് കറണ്ട്. ഓംസ് പെർ വോൾട്ട് റേറ്റിംഗ് ആണ് അതിൻ്റെ ആക്യുറസി വരുന്നത്. വാട്ട് ഈസ് ദ ടൈപ്പ് ഓഫ് വേവ് ഫോമിങ് അവൈലബിൾ പിൻ നമ്പർ 2 ഓഫ് ദ ഫംഗ്ഷൻ ജനറേറ്റർ IC. ഫംഗ്ഷൻ ജനറേറ്റർ 8038 IC ഇടാം. നമ്മൾ ആദ്യം കണ്ട IC ഇടാം. ഇതിൽ വരുന്ന രണ്ടാമത്തെ പിന്നിൻ്റെ ഇത് ഏതാണെന്നുള്ളത് വെച്ചാൽ സൈൻ വേവാണ്. 2, 3, 9 വരുന്നത്. 9 സ്ക്വയർ വേവ്, 3 ട്രയാങ്കിൾ വേവ്. വാട്ട് ഈസ് ദ ഡ്യൂട്ടി സൈക്കിൾ ഓഫ് ദി അസ്റ്റബിൾ മൾട്ടിവേറ്റർ. മൾട്ടിവേറ്ററിൻ്റെ ഡ്യൂട്ടി സൈക്കിൾ എത്രയെന്നാണ് നമുക്കവിടെ 0.52 ആണ് അവിടുത്തെ ഡ്യൂട്ടി സൈക്കിളായിട്ട് വരുന്നത്. നമുക്കവിടെ വാല്യൂ ഒന്നും കൃത്യം കാണുന്നില്ല. 10K 100K ആണ് വരുന്ന കപ്പാസിറ്റർ. ഇതിൽ ഡ്യൂട്ടി സൈക്കിൾ 0.5. വിച്ച് സ്റ്റെപ്പ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു സോൾഡിങ് ജോയിൻറ്റ്. സോൾഡിങ് ജോയിൻറ്റ് പ്രധാനപ്പെട്ട പറയുന്നത് ഹീറ്റിംഗ്, പിന്നെ കൂളിംഗ് ദ ജോയിൻറ്റ്, പേസ്റ്റിംഗ് ദ ജോയിൻറ്റ്, ക്ലീനിങ് ദ ജോയിൻറ്റ്. പ്രധാന വഴി ഹീറ്റിംഗ് ദ ജോയിൻറ്റ്. വിച്ച് പാർട്ട് ഓഫ് ദി ട്രാൻസ്ഫോമേഴ്സ് ഗെറ്റ് ഡാമേജ് ഫ്രം ദ ഓവർ ഹീറ്റിംഗ്. ഓക്കെ, അപ്പോൾ അവിടെ നമുക്ക് എന്താണ് ഓവർ ഹീറ്റിങ് വന്നു കഴിഞ്ഞാൽ ഡാമേജ് ആവുന്ന ഇതാണ് വൈൻഡിങ് ആണ്. എപ്പോഴും വൈൻഡിങ് ഇൻസുലേഷനാണ് ഡാമേജ് ആയി പോകുന്നത്, അങ്ങനെ ഷോർട്ടായി പോകും. ഹൗ മെനി പിൻസ് ആർ ദെയർ ഇൻ എ സിമ്പിൾ ഇലക്ട്രോമാഗ്നറ്റിക് റിലേ. നമുക്ക് 2 ഒരു കോയിൽ മൊത്തം നമുക്കെന്താണ് 3 പോയിന്റ് SPST സ്വിച്ച് പോലെ 3, പിന്നെ കോയിലിൻ്റെ 2 അപ്പം മിനിമം 5. വിച്ച് കണ്ടീഷൻ MCB ബ്രേക്കിംഗ് ഓപ്പൺ ഇലക്ട്രിക് സർക്യൂട്ട്. ലോ കറണ്ട്, ഹൈ കറണ്ട്, ഷോർട്ട് സർക്യൂട്ട് ഏർത്തിരിക്കുക. നമുക്കറിയാം ഷോർട്ട് സർക്യൂട്ട് വരുമ്പോൾ വെരി ഹൈ കറണ്ട് ആണ് നമുക്ക് വരുന്നത്. ഇത്രയുമാണ് നമുക്കുള്ളത്.